ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആ കുണ്ടൻ ലോകമെമ്പാടുമുള്ള മലയാളികളെ പറ്റിക്കുകയായിരുന്നു ഈ ഒരു മരിയോ ജോസഫും ജിജിയാനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എല്ലാ കാലവും മനുഷ്യന് ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ദൈവം അതിനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണക്ക് പറയേണ്ടി വരുമെന്ന് പറയുന്നത് കറക്റ്റാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പണം തന്നെയാണ്. ഇവരൊരു ചാരിറ്റി നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാരിറ്റിയിലേക്ക് ഒരുപാട് പണങ്ങൾ ഒഴുകി എത്തുന്നുണ്ട്. ഈ പണങ്ങളൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ പാവപ്പെട്ട ആൾക്കാർ ഈ ഒരു പുറം രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പണമാണ്. അപ്പോൾ ആ ഒരു പണം കുറേ ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചാരിറ്റി ആൾക്കാർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് സ്വന്തം കീശ നേരത്തെ ഉണ്ടാക്കിയതൊന്നല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ, അതായത് ഈ ഒരു മരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അപ്പം ഇത്രയും ശ്രമം നടത്തി ഇയാൾ യോഗ വിചാരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ദൈവത്തിന് മുറുകെ പിടിക്കണം. ഇനി ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ തുടങ്ങാൻ യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചാലില്ല. പക്ഷെ ഇതിനിടയിൽപ്പെട്ട് നിൽക്കുന്നത് അവരുടെ സ്വന്തം മക്കളാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പെട്ടു പോകുന്നത് മക്കളാണ്. ആ ഒരു 2 പെൺമക്കളുണ്ട്. അവരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇവരുടെ ഇടയിലുള്ള വഴക്കിന്, അതും പണത്തിന്റെ പേരിലാണ്. ഓരോ കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വഴക്ക് തന്നെയാണ്. കാരണം ഇയാൾക്ക് അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. ആള് ഹോമോസെക്ഷൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ സ്വന്തം ഭാര്യയെക്കാട്ടിലും വില മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം. അപ്പൊ അതിന്റെ പേരിൽ ആ മകളുടെ കരച്ചിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു. അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരു വീട്ടിൽ നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും പണമാണ് ഒരു മനുഷ്യനെ തകർക്കുന്നത്. അപ്പം കുടുംബം വരെ തകർക്കും ഈ പണം കൂടുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പൊ എന്തായാലും ഈ ഒരു മരിയ ജോസ് സ്ഥിരം മദ്യപിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജിജിയും മദ്യപിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു ലേഡി മദ്യപിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം കാണും. മാക്സിമം ഇയാളോടത്ത് ഒതുങ്ങാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. മക്കൾ നോക്കണം, മക്കളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് മക്കളെക്കാട്ടിലും ഭാര്യയെക്കാട്ടിലും വലുത് ഈ ഒരു അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് തീവ്രവാദമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ആര് പറയുന്നുണ്ട്. ഒരു കുറേ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി ആരും ഇങ്ങനെ ഇതുപോലെ നേരിട്ട് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതുപോലെ മറ്റുള്ള നല്ല ആൾക്കാരുണ്ട് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവർക്കും കൂടി ഇത് ബാധകമാവും. കാരണം പിന്നെ ആൾക്കാർ മടിക്കും, ഇതുപോലെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കും. പിന്നെ അവരെ പറ്റിക്കുന്ന പോലെ ആവത്തില്ലേ, ഇത്രയും ലോകത്തുള്ള ആൾക്കാരെയൊക്കെ പറ്റിക്കുന്ന പോലെയല്ലേ ഒരു ചാരിറ്റി എന്ന് പറയത്തില്ല ആൾക്കാർ. അപ്പൊ അങ്ങനെയാകും. അപ്പം ആൾക്കാരെ നോക്കിയും കണ്ടൊക്കെ കൊടുക്കുക. കാരണം ഇത് പണമൊഴുക്ക് തന്നെയാണ്. ഈ ഒരു പണം കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു ഫ്രസ്ട്രേഷൻ ആണ് ഈ ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇടയിൽപ്പെട്ടത് ഒരു അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു മാരിയോ ജോസഫിന് ഈ ഒരു അജ്മലുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കാം? കാരണം അയാൾ ഒരു മുസ്ലിം മതത്തിൽ നിന്നാണല്ലോ ഈ ഒരു ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയത്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഇപ്പൊ അയാൾ മാത്രമായിട്ട് അയാൾ തന്നെ വേണം, ഭാര്യയും കുട്ടികളൊന്നും വേണ്ട, അതിനപ്പുറം എനിക്ക് അയാളുമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കണം. കുടുംബം വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക. അല്ലാണ്ട് പണം മാത്രം മതി, പണമാണ് നമുക്ക് വലുത്, പണം വേണം, അനാവശ്യത്തിനല്ല ആവശ്യത്തിന് വേണം. പക്ഷെ അനാവശ്യത്തിൽ കവിയുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ എല്ലായിടത്തും വരുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചിലവഴിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാം. പക്ഷെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയില്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടക്കുക. അച്ഛനോട് താങ്ങുന്നത് ഒരു മകള് ചെന്നിട്ട് യാചിക്കുകയാണ്. അപ്പം അതൊന്നും കേൾക്കാൻ അയാൾക്ക് തയ്യാറല്ല. അയാൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അയാൾക്ക് അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വരുന്നത്, അവരുടെ കൂടെ അയാളോട് ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം തീവ്രവാദ പ്രവർത്തനമുണ്ട്, അല്ലാത്ത കാര്യങ്ങൾ, ഈ പണങ്ങൾ ഒഴുകി വരുന്നതുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് എങ്ങനെയാണ്, ഇതൊക്കെ ഇനി അടുത്ത പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അടുത്ത പ്രോജക്റ്റ് ചെയ്യുന്നത് അയാളുടെ പേരിലോട്ടൊക്കെയാണ് എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതിനിടയിൽ പെട്ടു പോകുന്നത് മക്കൾ തന്നെയാണ്. ഇവരുടെയൊക്കെ മക്കൾ തന്നെയാണ് ഇതിനിടയിൽ പെട്ടു പോകുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതമൊക്കെ ശരിയാകട്ടെ. ഈ ഒരു ചാരിറ്റി ഒക്കെ നിർത്തിയിട്ട് സ്വന്തമായിട്ടുള്ള കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ജീവിതം തകർന്നാലൊരു പോക്കാണ്, അത് തിരിച്ച് വീണ്ടെടുക്കാൻ പ്രശ്നമാണ്, അത് ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കാം. കാരണം ഒരാളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുക, അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് അതിലോട്ട് തിരിച്ചു പോകാൻ പേടിയായിരിക്കും. കാരണം ഇത്രയും ചെയ്തൊരു വ്യക്തിയല്ല, അപ്പൊ പിന്നെ ഇനി കൊല്ലാൻ പോലും മടിക്കത്തില്ല എന്ന് അവർ വിചാരിക്കും. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും സ്വന്തം ഭാര്യ മക്കൾ മറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇത്രയും വലിയൊരു പ്രശ്നം ഇതിനിടയിൽ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ജിജി മരിയോ വന്നിട്ട് കേസ് കൊടുക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഉണ്ടെന്ന് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇതൊക്കെ നേരത്തെ കൂട്ടി അറിയേണ്ട കാര്യങ്ങളാണ്. ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ അതിനുള്ളിൽ നിന്നിട്ട് ഇവർ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിനനുസരിച്ച് ഇവർ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, ഇവർ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു വീട്ടിൽ നമ്മൾ അറിയാം, അവരുടെ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ അവർ കരയുന്നുണ്ട്. അപ്പൊ അവർക്കുള്ളിലുള്ള സങ്കടങ്ങളാണ് അവർക്ക്
പിരിയാനും വയ്യ, അവർക്ക് വേണോം താനും. എന്ന് വെച്ചാൽ ഒരു ഭർത്താവിനെ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, അപ്പം അയാളെ പിരിയാനും വയ്യ, എന്നാൽ കൂടെ വേണോം താനും. അപ്പം അവർ എത്രത്തോളം മാക്സിമം ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം അവർ ഒതുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തിരിച്ചും അതേപടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മക്കളുടെ ഭാവി ഓർത്തെങ്കിലും അവരുടെ നല്ല രീതിയിൽ പോകട്ടെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇനി ചിലപ്പോൾ തിരിച്ച് പേടിയായിരിക്കും. കാരണം ഇയാൾ ഇത്രയൊക്കെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും ഉപദ്രവിക്കാൻ ഇയാൾക്ക് ഒരു മടിയും കാണത്തില്ല. ഒരാളുടെ ദേഹത്ത് ഒരു തവണ കൈവച്ചാൽ പിന്നെ അയാൾക്ക് ഒരു മടിയും കാണത്തില്ല. അയാൾ രണ്ടാമത്തെ തവണയും അയാൾ ഉപദ്രവിച്ചിരിക്കും, പിന്നെ അയാൾക്ക് പേടിയെ കാണത്തില്ല. അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ, കാരണം ഇവിടെ പണം തന്നെയാണ് പ്രശ്നം, പണം തന്നെയാണ് എല്ലായിടത്തും ഉള്ള പ്രശ്നം. അതൊക്കെ ഒന്ന് പരിഹരിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ഈ അവരുടെ ഭാവി എന്താണെന്നൊക്കെ ഇനി തീരുമാനിക്കേണ്ടത് ഈ മാതാപിതാക്കളാണ്. അപ്പൊ മാതാപിതാക്കളുടെ ഇടയിൽ കിടന്നിട്ട് ഈ ഒരു അടി കണ്ടിട്ടാണ് അവർ വളരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ നല്ല രീതിയിൽ എത്രയോ കുടുംബങ്ങളെ നന്നാക്കി അവർ രക്ഷപ്പെടുത്തി അവരെ ഒന്നിപ്പിച്ച് കൊണ്ട് പാവങ്ങൾക്ക് 1000-ഓളം വീടുകൾ വെച്ച് കൊടുത്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പം നല്ല കാര്യങ്ങളുമുണ്ട്, പക്ഷേ ഉള്ളിൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ, നമുക്ക് ജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുറത്തേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പം എല്ലാ ആൾക്കാരും അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഒന്ന് ആലോചിക്കാം, പണം ഒന്നിനും പരിഹാരമല്ല. പണം നമുക്ക് ആവശ്യ സമയത്ത് ചിലപ്പോൾ ഉപകരിക്കത്തില്ല, എന്നാൽ ആവശ്യമില്ലാത്ത സമയത്ത് ഉപകരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പണം കൊണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഇനി പുറത്ത് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നല്ലൊരു ജീവിതം പോട്ടെ എന്ന് തന്നെ പറയും. കാരണം അവരുടെ മക്കളുടെ ഭാവിയാണ് ഇതിൽ തകരുന്നത്. കാരണം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് നല്ലൊരു ജീവിതം നയിച്ചു പോകാൻ ശ്രമിക്കുക.